രാവണന്റെ മരണമറിഞ്ഞ അന്തഃപുരവാസികൾ നിലവിളിച്ചു. സഹോദരനായ വിഭീഷണൻ രാവണനടുത്ത് ചെന്നിരുന്നു കരഞ്ഞു. ശ്രീരാമൻ വിഭീഷണനെ സമാധാനിപ്പിക്കുന്നു. തന്നോട് പൊരുതിയാണ് ഇവൻ മൃത്യു വരിച്ചത്. അത് വീരന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതോർത്ത് നീ വിലപിക്കരുതെന്നും ശ്രീരാമൻ പറയുന്നു. മണ്ഡോദരി രാവണന്റെ മാറിൽ വീണു കരഞ്ഞു. നാരീജനങ്ങൾ വിലപിച്ചു. രാവണന്റെ ശവം യഥാരീതിയിൽ സംസ്കരിക്കണമെന്ന് ശ്രീരാമൻ വിഭീഷണനെ അറിയിക്കുന്നു. എന്നാൽ മഹാപാപിയായ രാവണന്റെ ശവം സംസ്കരിക്കാനുള്ള യോഗ്യത ധർമ്മിഷ്ഠനായ തനിക്കില്ലെന്ന് വിഭീഷണൻ അറിയിക്കുന്നു. എന്നാൽ തൻ്റെ ബാണമേറ്റ അന്ന് ഇവൻ്റെ പാപങ്ങളൊക്കെ ഒടുങ്ങിയെന്നും മരണാനന്തരം ഒരാളോടുള്ള വൈരം വച്ചിരിക്കരുതെന്നും അത് അവരുടെ ഗതിക്ക് തടസ്സമുണ്ടാക്കുമെന്നും ആ ദോഷം ജീവിച്ചിരിക്കുന്നവരെയും ബാധിക്കുമെന്നും ശ്രീരാമൻ അറിയിക്കുന്നു. അങ്ങനെ വീരനായ ചക്രവർത്തിക്ക് എല്ലാ ബഹുമാനത്തോടും കൂടി ശവസംസ്കാരം നടത്തി ഉദകക്രിയയും ചെയ്തു. യുദ്ധത്തിൽ ശ്രീരാമൻ്റെ സന്തത സഹചാരിയായിരുന്ന സാരഥി മാതലി ശ്രീരാമനെ വന്ദിച്ച ശേഷം തിരികെ പോയി.